ക്യാമറയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4th സെക്ഷനാണ് ലിവിങ് വേൾഡിൻ്റെ. സോ ഇതൊരു ക്വസ്റ്റ്യനെയർ സെക്ഷനാണ്. നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈനോമിയൽ നോമൻക്ലീച്ചർ സിസ്റ്റം വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലീച്ചർ സിസ്റ്റം ആരാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: കാസ്പെറി, കർലസ് ലിനയസ്, ക്യാമ്പ് ആൻഡ് ഗില്ലി, ഗാസ്പർ. ഇത് കേരള എൻട്രൻസിലും AFMCയിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ബൈനോമിയൽ നോമൻക്ലീച്ചർ എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചത് ആരാണ്? കാർലസ് ലിനയസ് ആണ്. അപ്പോൾ കാർലസ് ലിനയസ് തന്നെയാണ് ഫസ്റ്റായിട്ട് അത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ആണ്. സോ കാർലസ് ലിനയസ് ആണ് ആൻസർ വരും. ഇനി അടുത്ത, ബയോസിസ്റ്റമാറ്റിക്സ് വാസ് കോയിൻ ബൈ. അപ്പോൾ ബയോസിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തത് എന്നുള്ളതാണ്. ഇത് JK സെറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: ഗാസ്പാർഡ് ബോഹിൻ, ക്യാമ്പ് ആൻഡ് ഗില്ലി, റോബർട്ട് ബ്രൗൺ, കാറൽ പ്രാൻഡൽ. സോ ഇതിലുള്ള ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്യാമ്പ് ആൻഡ് ഗില്ലിയാണ്. അപ്പോൾ ക്യാമ്പ് ആൻഡ് ഗില്ലിയാണ് ബയോസിസ്റ്റമാറ്റിക്സ് കോയിൻ ചെയ്തത്. അതുപോലെ തന്നെ ബയോസിസ്റ്റമാറ്റിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നതും ആരാണ്? ക്യാമ്പ് ആൻഡ് ഗില്ലി. അത് എക്സ്പെരിമെൻ്റൽ സിസ്റ്റമാറ്റിക്സ് ആണ്. അപ്പോൾ ബയോസിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെരിമെൻ്റൽ സിസ്റ്റമാറ്റിക്സ് ആണ്. സോ ആൻസർ എന്താണ്? ക്യാമ്പ് ആൻഡ് ഗില്ലി എന്നുള്ളതാണ്. ഇനി സിസ്റ്റമ നാച്ചുറി വാസ് റിട്ടേൺ ബൈ. അത് കേരള എൻട്രൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റമ നാച്ചുറി എഴുതിയിട്ടുള്ളത് ആരാണ്? കാർലസ് ലിനയസ് ആണ്. അപ്പോൾ കാർലസ് ലിനയസിൻ്റെ ഒരു ബുക്കാണ് സിസ്റ്റമ നാച്ചുറി. അതുപോലെ തന്നെയുള്ള വേറൊരെണ്ണമാണ് സ്പീഷീസ് സ്പ്ലെൻഡാരം എന്ന് പറയുന്നത്. ആൻസർ വരുന്നത് കാർലസ് ലിനയസ് എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ICBN സ്റ്റാൻഡ്സ് ഫോർ ആണ്. ഇത് AIPMT ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ, ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ബയോളജിക്കൽ നെയിംസ്, ഇന്ത്യൻ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ, ഇന്ത്യൻ കോൺഗ്രസ് ഓഫ് ബയോളജിക്കൽ നെയിം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ ഒരെണ്ണം കൂടിയുണ്ട്, ICZN. അതെന്താണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ്. ഇത് AIPMT ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് സ്പീഷീസ് കോയിൻ ബൈ. അപ്പോൾ സ്പീഷീസ് എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് JK സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ്: ലിനയസ്, എങ്ക്ലർ, അരിസ്റ്റോട്ടിൽ ആൻഡ് ജോൺറേ. ആൻസർ വരുന്നത് ജോൺറേ ആണ്. അപ്പോൾ ജോൺറേ ആണ് സ്പീഷീസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. ഇനി സ്പീഷീസ് എന്ന് പറയുന്ന ടേം ഡിഫൈൻ ചെയ്തത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏർണസ്റ്റ് മെയർ ആണ്. ഏർണസ്റ്റ് മെയറിനെ തന്നെയാണ് ഡാർവിൻ ഓഫ് ദി 20th സെഞ്ച്വറി എന്ന് പറയുന്നത്. പിന്നെ അയാൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾക്ക് ട്രിപ്പിൾ ക്രൗൺ ഓഫ് ബയോളജി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 3 അവാർഡ്സ് കിട്ടി, വിച്ച് ഈസ് നോൺ ആസ് ട്രിപ്പിൾ ക്രൗൺ ഓഫ് ബയോളജി. സോ അതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ, അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ. ഇത് JK സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓപ്ഷൻസ്: കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓപ്ഷൻ B കിങ്ഡം, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ക്ലാസ്, ഫൈലം, ഓർഡർ. ഓപ്ഷൻ B ഒരു ഓർഡറിലല്ല, അതെന്താണ്? മിസ്മാച്ച്ഡ് ആണ്. ഇനി C കിങ്ഡം, ഓർഡർ, സ്പീഷീസ്, ജീനസ്, ക്ലാസ്, ഫാമിലി, ഫൈലം. ഇതും ഒരു ഓർഡറിലല്ല. ഇനി D നോക്കാം. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. സോ ഇതൊന്ന് മനസ്സിലാക്കാം. Aയും Dയും എന്താണ്? ഒരു ഓർഡറിലാണ്. ഇനി ഇതിൽ ഏതാണ് അസെൻഡിങ് ഓർഡർ നോക്കാം. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതിന്ന് വലുതിലേക്ക്. അപ്പോൾ നമുക്കറിയാം സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം ആണ് കറക്റ്റ് ആൻസർ വരെ. കാരണം സ്പീഷീസ് എന്ന് പറയുന്നത് ലോവർ ടാക്സോണമിക് കാറ്റഗറിയും കിങ്ഡം എന്ന് പറയുന്നത് ഹയർ ടാക്സോണമിക് കാറ്റഗറിയാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 7th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് നെയിം ഓഫ് വീറ്റ്. വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. ഇത് എയിംസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ട്രിറ്റിക്കം വൾഗറെ, ട്രിറ്റിക്കം ഏസ്റ്റിവം, ഒറൈസ സറ്റൈവ, സീമേസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ട്രിറ്റിക്കം ഏസ്റ്റിവം. ഇവിടെ ജീനസ് നെയിം എന്ന് പറയുന്നത് ട്രിറ്റിക്കും, സ്പീഷീസ് നെയിം ഏസ്റ്റിവാണ്. ഇത് ടെക്സ്റ്റിലുള്ള തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 8th വൺ, സയൻറ്റിഫിക് നെയിം ഓഫ് കോക്കനട്ട് പാം. കർണാടക CETയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. കോക്കനട്ട് പാമിൻ്റെ സയൻറ്റിഫിക് നെയിം നമ്മൾ പഠിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഓപ്ഷൻസ് കണ്ടാൽ അറിയാം. കോക്കോസ് ന്യൂസിഫറ, കോക്കോസ് ന്യൂസിഫറ, കോക്കോസ് ന്യൂസിഫറ ആൻഡ് എഗെയിൻ കോക്കോസ് ന്യൂസിഫറ. ഓപ്ഷൻസ് എല്ലാം സെയിം ആണ്. ബട്ട് ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ റൂൾസ് പഠിച്ചതായിരുന്നു എന്തിൻ്റെ? ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ. അപ്പോൾ ഈ ജനറിക് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്പീഷീസ് നെയിം
സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ രണ്ടും ക്യാപിറ്റൽ, ഇവിടെ ഫസ്റ്റ് വൺ സ്മോൾ ലെറ്റർ പിന്നെ ക്യാപിറ്റൽ, പിന്നെ എന്താണ് ഇവിടെ രണ്ടും സ്മോൾ ലെറ്റർ. സോ ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റ് ആൻസർ വരുന്നത്. സോ അത് കിട്ടിയില്ലേ. ഇനി 9th വൺ, ദ ലേബൽ ഓഫ് എ ഹെർബേറിയം ഷീറ്റ് ഡസ് നോട്ട് ക്യാരി ഇൻഫോർമേഷൻ ഓൺ നീഡ് phase 2 ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ലെക്ചർ എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് വരിക, ഒരു ഹെർബേറിയം ഷീറ്റിൽ ഉണ്ടാകുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അറിയാത്തവർക്ക് സെക്ഷൻ 3 വീഡിയോ നോക്കിയാൽ മതി, അതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ ഡേറ്റ് ഓഫ് കളക്ഷൻ, ലോക്കൽ നെയിം, നെയിം ഓഫ് കളക്ടർ, ഹൈറ്റ് ഓഫ് പ്ലാന്റ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് പ്ലാന്റ് ആണ് എന്ത് ഇല്ലാത്തത്. സോ ആൻസർ കിട്ടി. ഇനി അടുത്തത് 10th ക്വസ്റ്റ്യൻ ആണ്. ടാക്സോണമിക് ഗ്രൂപ്പ് ഓഫ് എനി റാങ്ക് ഇസ്. ഇത് OGE ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചിട്ട് വായിക്കണം, കാരണം നമുക്കറിയാം ഇതെല്ലാം എന്താണ് ഒരു ടാക്സോണമിക് ഗ്രൂപ്പാണ്. അപ്പോൾ ടാക്സോണമിക് ഗ്രൂപ്പ് ഓഫ് എനി റാങ്ക്, ഏതൊരു റാങ്കിൻ്റെയും ടാക്സോണമിക് ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ക്ലാസ് എന്ന് പറയുന്ന ഒരു ടാക്സോണമിക് ഗ്രൂപ്പാണ്, ഓർഡർ എന്ന് പറയുന്ന ടാക്സോണമിക് ഗ്രൂപ്പ്, ഫൈലം ടാക്സോണമിക് ഗ്രൂപ്പ്, ടാക്സോൺ ഇസ് എ ടാക്സോണമിക് ഗ്രൂപ്പ്. പക്ഷേ ടാക്സോണമിക് ഗ്രൂപ്പ് ഓഫ് എനി റാങ്ക്, ഏതൊരു റാങ്കിനെയും അല്ലെങ്കിൽ ഏതൊരു കാറ്റഗറീനെയും വിളിക്കുന്ന പേരാണെന്ത് ടാക്സോൺ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ടാക്സോൺ ആണ് എന്ത് കറക്റ്റ് ആൻസർ വരുന്നത്. സോ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അവിടെ കഴിഞ്ഞു. 11th ക്വസ്റ്റ്യൻ ആണ്, വിച്ച് റാങ്ക് കണ്ടെയ്ൻസ് മോസ്റ്റ് സിമിലർ ഓർഗാനിസം. അത് BHU ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് റാങ്കിലാണ് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ക്ലാസ്, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഇതെല്ലാം ഓരോ റാങ്ക്സ് ആണ്. പക്ഷേ സ്പീഷീസിലാണ് എന്ത് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റീസ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ലൈക്ക് കിങ്ഡത്തിലേക്ക് പോകുന്തോറും, സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്തോറും സിമിലാരിറ്റീസ് കുറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ സിമിലാരിറ്റീസ് ഉണ്ടാവുക എവിടെയാണ്? ലോവർ കാറ്റഗറിയിലാണ്. അത് ഏതാണ്? സ്പീഷീസ് ആണ്. സോ സ്പീഷീസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്തത്, അനലിറ്റിക്കൽ ടാക്സോണമിക് എയ്ഡ് ഫോർ ഐഡൻറ്റിഫൈങ് പ്ലാന്റ്സ് ആൻഡ് animals based on similarities and dissimilarities is. ഇത് കേരള എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് കാറ്റലോഗ്, ഫ്ലോറ, മോണോഗ്രാഫ്, മാനുവൽ, കീ എന്നുള്ളതാണ്. നമ്മൾ കീനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു അത് അനലറ്റിക്കൽ ഇൻ നേച്ചർ ആണ്. അവിടെ രണ്ട് കോൺട്രഡിക്റ്റിംഗ് ക്യാരക്ടേഴ്സ് കാണിക്കും അല്ലെങ്കിൽ കോൺട്രഡിക്റ്റിംഗ് പെയേഴ്സ് കാണിക്കും. അതിനെ നമ്മൾ പറയും കപ്ലെറ്റ് എന്നാണ് പറയുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? കീ ആണ്. So key is the answer. 13th question, when organism is in same class but different family, so taxonomic term. അത് BHU ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കറിയാം സെയിം ക്ലാസ്സിലാണ്, സെയിം ക്ലാസ് ആണ് പക്ഷേ ഡിഫറെൻറ്റ് ഫാമിലി. സോ ഈ ക്ലാസിൻ്റെയും ഫാമിലീൻ്റെയും ഇടയിൽ വരുന്നത് ആരാണ്? ഈ ടാക്സോണമിക് ഹൈറാർക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓർഡർ ആണ്. സോ ആൻസർ ഏതാ വരിക? ഓർഡർ ആയിരിക്കും. സോ 14th ക്വസ്റ്റ്യൻ AMU ക്വസ്റ്റ്യൻ ആണ്. കട്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോണിം ആണോ, ടോട്ടോണിം ആണോ, സിനോണിം ആണോ, ഹോമോണിം ആണോ? ദ ആൻസർ വിൽ ബി ടോട്ടോണിം. അപ്പോൾ കട്ല എന്ന് പറയുന്നത് ടോട്ടോണിം ആണ്. ഇനി 15th വൺ, common characteristics between potato and tomato will be maximum at the level of their. J&K സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പൊട്ടറ്റോൻ്റെയും ടൊമാറ്റോൻ്റെയും കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മാക്സിമം ആവുന്ന ലെവൽ ഏതാണ്? ഫാമിലിയിലാണോ, ഓർഡറിലാണോ, ജീനസിലാണോ, അതുപോലെ തന്നെ ഡിവിഷനിലാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പൊട്ടാറ്റോ ആയിക്കോട്ടെ ടൊമാറ്റോ ആയിക്കോട്ടെ ഇത് രണ്ടുമുള്ളത് ഫാമിലി സോളനേസിയിലാണ്. ഇപ്പോൾ ഫാമിലി ഏതിലാണ് ഉള്ളത്? സോളനേസിയിലാണ്. പൊട്ടേറ്റോയും ഉള്ളത്, ടൊമാറ്റോയും ഉള്ളത്. സോ അവരുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ഫാമിലിയാണ്. സോ നമ്മുടെ 15 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എന്താണ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് നമ്മൾ എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ലൈക്ക് ബട്ടൺ. താങ്ക് യു.